നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചതിച്ചോ? ആര്? ആരമോളെ പറ. നല്ലവനെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിക്കുന്നവര് സത്യത്തിൽ അങ്ങനെയല്ല. അമ്മ എന്തിനാ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? തെറ്റിയവർക്ക് കുറെ ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും. നാണം കെട്ടത് നമ്മളല്ലേ, പിടിച്ച് പുറത്താക്കാമേ. അയ്യോ, അതൊന്നും വേണ്ട. എന്തു പറ്റിയതാ സാറേ? ഞാൻ ഇന്നൊരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ മദ്യം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് വരേണ്ടതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ചില ഫ്രണ്ട്സ് പക്ഷെ കൂൾ ഡ്രിങ്ക്സിൽ കലർത്തി അതെനിക്ക് തരികയായിരുന്നു. അവിടുന്ന് ഇറങ്ങുമ്പോ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഫംഗ്ഷന് വരില്ലായിരുന്നു ആന്റി. ഐ എം റിയലി സോറി. കഴിഞ്ഞത് കഴിഞ്ഞു. അവിടെ കൂടിയിരിക്കുന്ന ആളുകള് ഒരുപക്ഷെ ഞങ്ങളെ തെറ്റിദ്ധരിക്കില്ലായിരിക്കും. പക്ഷെ കല്യാണം മുടക്കാൻ വന്ന ചിലര് നിന്നെ ഉപയോഗിക്കുകയായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്ക് ഒന്നും ഓർമ്മയില്ല ആന്റി. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും നല്ലവരല്ല. അതെ ആന്റി, ആന്റി പറഞ്ഞത് സത്യമാണ്. ചിലരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുമ്പോ അറിയാതെ നമ്മൾ ഞെട്ടിപ്പോവും. സർമോളെ, എന്തായാലും നിന്നെ ചതിച്ച കൂട്ടുകാരിൽ നിന്ന് ഒരല്പം അകലം പാലിച്ചേക്കും മോളെ. നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ വരെ അവർ ശ്രമിച്ചേക്കും. സാറാ, ഒരു മിനിറ്റ് വന്നേ. അതെ, സാറാ, മണ്ഡപത്തിൽ വെച്ച് എന്നോട് എന്തോ പറയാൻ വന്നില്ലേ? എന്തായിരുന്നു അത്? അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം കഴിഞ്ഞില്ലേ? ഇനിയെല്ലാം നന്നായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കാം. Wish you a happy married life. ഒരനുഭവം കൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കേണ്ട മാർഗം എനിക്കറിയാം. പേടിക്കണ്ട, ഞാനൊന്നും നിത്യയോട് പറഞ്ഞിട്ടില്ല. അവിടെ തന്റെ കുരുക്കിൽ പെട്ടുപോയി. അവളൊരു പാവ. എല്ലാം മാറ്റിവെച്ച് നന്നായി ജീവിക്കാൻ നോക്ക്. എന്ത് പറഞ്ഞാ തുടങ്ങേണ്ടത്? എന്തായാലും സോറി പറയണം. ചെറിയച്ഛനും മക്കളും ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പരിഭവം ഉള്ളിലുണ്ടാവില്ലേ? ആരും ഒന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളിലുണ്ടാവും. എന്താ ഇനി മുതൽ വിളിക്കേണ്ടത്? പേര് തന്നെ വിളിക്കണോ? അതോ ഏട്ടനെന്നോ? അല്ലെങ്കിൽ എന്താ ഇഷ്ടമെന്ന് ചോദിക്കാം. അതാ നല്ലത്.
അത് ചുമ്മാ. ആലോചിച്ചത് എന്താന്ന് ഞാൻ പറയട്ടെ. എന്ന് പറ, കേക്കട്ടെ. ആദ്യം എന്നോട് പറയാൻ പോകുന്നത് ഒരു സോറി അല്ലേ? ചെറിയച്ഛനും മക്കളും മണ്ഡപത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയതിന് സോറി. ഇതെങ്ങനെ മനസ്സിലാക്കിയത്? ഞാനിപ്പോ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്റെ നോട്ടം കണ്ട എനിക്ക് മനസ്സിലാവും. ചിരി കണ്ടാലും കണ്ണ് നിറഞ്ഞാലും മനസ്സിലാവും. മണ്ഡപത്തിലെത്തും വരെ അത് തന്റെ ചെറിയച്ഛനും കുടുംബമായിരുന്നു. മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം അതെന്റെ ചെറിയച്ഛനും കുടുംബവും. അവർക്കെന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റി. അവരവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഇങ്ങോട്ട് നോക്കിയേ, നമ്മളത് ചിന്തിച്ച് നമ്മളുടെ ജീവിതം ടെൻഷനാക്കുന്നതിനേക്കാൾ നല്ലത് മാത്രം ചിന്തിക്കല്ലേ. ഇന്ന് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം തുടങ്ങാം. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം കീഴടക്കിയ സന്തോഷത്തില. എന്നെ ശരിക്കും ഇഷ്ടമാണോ? എന്തൊന്നും മിണ്ടാത്തെ? ഇത്രയും നന്നായി മനസ്സ് വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലായില്ലേ? ഉവ്വ്. പക്ഷെ നേരിട്ടൊന്ന് കേൾക്കണം. എനിക്ക് വയ്യ. പ്ലീസ്. എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരാളെ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ ഇത്രയും പൊറുക്കുന്ന ഒരാളെ, അങ്ങനെ ഒരാളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതെനിക്കിഷ്ടായില്ല. ആ ജോൽസിനെ തൊടാൻ വേണ്ടി നീ നിന്റെ കൈ നീട്ടിയില്ലേ, അതെനിക്കൊട്ടും ഇഷ്ടായില്ല. അല്ല, അത് ഹസ്തരേഖ നോക്കാൻ വേണ്ടിയല്ലേ? എന്തായാലും ശരി, ഞാനല്ലാതെ മറ്റൊരാള് നിന്റെ ശരീരത്തിലൊരു ചെറുവിരൽ കൊണ്ട് തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.